കോണ്ടാക്ട് നമ്പർ ഇല്ല അണ്ണാ, കോണ്ടാക്ട് നമ്പർ ഇല്ല. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ ഗരേജിലേക്ക് വന്നിരിക്കുന്ന പുതിയ ഒരാളാണ് കേട്ടോ. പുതിയ ആളെന്ന് പറയുമ്പോൾ ഈ വർഷം തന്നെ, അതായത് 2025 മോഡല്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 മാസം മാത്രമായ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 350. ക്ലാസിക് 350 ഇത് മൊത്തം ഏകദേശം 7 വേരിയന്റ് ഉണ്ട്. അതിൽ എമറൽഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇത് കിട്ടാൻ കുറച്ച് പാടുപെട്ടു, പക്ഷേ എൻ്റെ ഒരു കൂട്ടാൻ വേണ്ടിയാണ്ട് എനിക്ക് മറ്റു വണ്ടികൾ പോലെ അധികം താമസം വന്നില്ല. പക്ഷെ എനിക്കത് കിട്ടിയ സാധനം അവസാനം. ഇതിന്റെ ഓരോ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. കൊള്ളാല്ലേ? പഴയ ബുള്ളറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം കൊണ്ടും, അതായത് എഞ്ചിന്റെ പവറും കൊണ്ടും എല്ലാം കൊണ്ടും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഈ ക്ലാസിക് 350ക്ക് 7 വേരിയന്റ് ആണുള്ളത്. അതായത് 7 വേരിയന്റിലെ ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കിട്ടിയിരിക്കുന്ന എമറാൾഡ് എന്നാണ് ഈ ഒരു വേരിയന്റിന്റെ പേര്. ഇത് ആ 7 വേരിയന്റിനും ഭയങ്കര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം തന്നെ ഉള്ളൂ. അതായത് കളറിന്റെ കാര്യത്തില്. പിന്നെ ഈ ഒരു ടോപ്പ് വേരിയന്റ് വരുന്നത് ഈ പറയുന്ന ബാക്കും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് വരുന്നത്, ഡ്യുവൽ ABS. മറ്റേതിൽ വരുന്നത് ഫ്രണ്ടില് ഒരു ഡിസ്ക്, അതുപോലെ ബാക്കിൽ ഡ്രം, അതുപോലെ സിംഗിൾ ABS ഒക്കെ വരുന്നത്. ഈ ടോപ്പ് വേരിയന്റ് തന്നെ ഡ്യുവൽ ABS ആണ് വരുന്നത്. ഓക്കെ, നമുക്കിനി മുമ്പിൽ നിന്ന് ബാക്കി തുടങ്ങാം. ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടത്തെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സാധാരണ എന്താ പറയാ, ബുള്ളറ്റ് എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് ആ പഴയ വേരിയന്റ് ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇതിപ്പോ എന്താ നേരിട്ട് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് സത്യം പറയാം, ഈ പഴയതിനേക്കാളും ഇഷ്ടം ഇതാ. കാരണം കുറച്ചുകൂടെ നല്ല ഒരു പ്രീമിയം അല്ല, ഒരു എന്താ പറയാ, പേര് പോലെ തന്നെ ഒരു റോയൽ ടച്ച് ആണ് മൊത്തം. കാരണം നല്ല ക്രോം ഫിനിഷിങ്ങും കൊള്ളാം, നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ വെച്ചും കുറേയധികം വ്യത്യാസങ്ങൾ മാറ്റാം. അതുപോലെ ഫ്രണ്ട് വന്നേക്കുന്നത് LED ഹെഡ്ലൈറ്റ് ആണ് വന്നേക്കുന്നത്. അതെന്തായാലും അത്യാവശ്യം കൊള്ളാം. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ്, ഡ്യുവൽ ABS. അത്യാവശ്യം നല്ല ക്രോം ഫിനിഷിങ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ട് തൊട്ട് അതങ്ങനെ പോവാണ്, അതായത് ബാക്ക് വരെ അത്യാവശ്യം നല്ല ക്രോം ഫിനിഷിങ് വന്നിട്ടുണ്ട്. അത് ഈ വണ്ടിക്ക് എന്തായാലും നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, അത്യാവശ്യം ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളൊക്കെയാണെന്നുണ്ടല്ലോ ഈ വണ്ടി നല്ല എന്താ പറയാ വെട്ടി തിളങ്ങി കൊണ്ടു നടക്കാം. അത് ഇവനെ പോലെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ക്രോം ഫിനിഷിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. പോളിഷ് ചെയ്യുമ്പോൾ തിളങ്ങി നിൽക്കും. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഈ ഒരു കളർ വേരിയന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ കാണുന്ന ഇതുണ്ട്, ഇത് എനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ്, അതുപോലെ ഈ കാണുന്ന നമ്മുടെ ഇൻഡിക്കേറ്റർ, ടെയിലൈറ്റ്, ഇതെല്ലാം എനിക്ക് തോന്നുന്നു അവർ ഈ എന്താ പറയാ ഈ ബുള്ളറ്റിന്റെ ഐക്കോണിക്ക് പോലെ കൊണ്ടു നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എല്ലാ മോഡലും ബുള്ളറ്റിന്റെ എനിക്ക് തോന്നുന്നു എല്ലാ മോഡലും ഈ പറഞ്ഞ സാധനം തന്നെയാണ് വന്നേക്കുന്നത്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് പക്ഷേ ഈ പ്രാവശ്യം വന്നേക്കുന്ന ഇൻഡിക്കേറ്റർ LED ആണ് വന്നേക്കുന്നത്. അതുപോലെ മുമ്പിലേക്ക് വരുമ്പം ഇതിൽ വന്നേക്കുന്ന ബച്ചനാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ സ്പെക്കിനെ കുറിച്ചൊക്കെ നോക്കിയാലോ. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകാം, അതുപോലെ സീറ്റിംഗ് കംഫർട്ടിലേക്ക് പോകാം, അതുപോലെ ഫ്യൂവൽ ടാങ്ക് ഹൈറ്റ് എല്ലാം നമുക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിന്റെ എഞ്ചിൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്. ഇന്നേക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് ട്വിൻ ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിം ആണ് ഇതിൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് വരുന്ന ടെലസ്കോപ്പിക് ഫോക്സ് ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ റിയറിലേക്ക് വരുമ്പോൾ ട്വിൻ ട്യൂബ് എവല്യൂഷൻ റിയർ സസ്പെൻഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ സാധാ എൻഫീൽഡ് ബൈക്കുകളിലെല്ലാം തന്നെ ഈ സസ്പെൻഷൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ഇതിന്റെ എഞ്ചിൻ കാര്യങ്ങളിലേക്ക് പോകാം. എല്ലാ എൻഫീൽഡിന്റെ, അത് എല്ലാ എൻഫീൽഡ് അല്ല, നമ്മുടെ ബുള്ളറ്റിൽ കണ്ടുവരുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇവർ ഈ പ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ടോർക്കിലാണ്, പവറിലല്ല. ഇതിന്റെ പവർ എന്ന് പറയുന്നത് 20 ഉള്ളൂ. പക്ഷെ ഇതിന്റെ ടോർക്ക് 27 NM ടോർക്കാണ് വരുന്നത് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യണേ. ഇത് വരുന്നത് വെറ്റ് ക്ലച്ച് ആണ്. അതുപോലെ തന്നെ
നമ്മുടെ 5 സ്പീഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് അതൊരു കഥയാണ് കേട്ടോ, അത് ഞാൻ പറയാം. അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താ പറയാ, ഭയങ്കരമായിട്ട് മാറുകയാണ് ചെയ്തത്. എന്താ പറയാ, ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയി. ഈ ഗിയർ മാറുന്ന സമയത്ത് വെറ്റ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെയാണ് ഭയങ്കര സ്മൂത്ത് ആണ്. സത്യം പറഞ്ഞാൽ മാറും നമ്മൾ അറിയില്ല. പണ്ട് ഞാൻ എൻഫീൽഡ് ഓടിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതും ഇതും വെച്ച് രാപ്പകല് വ്യത്യാസം കിട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് ഹൈറ്റ് അതുപോലെ സീറ്റിന്റെ കാര്യങ്ങളിലേക്ക് പോകാം. സീറ്റിന്റെ ഇവിടെ കയറി ഇരിക്കുന്ന മുമ്പേ ആദ്യം ഇതിന്റെ സീറ്റിന്റെ കംഫർട്ടിന്റെ കാര്യം പറയാം കേട്ടോ. സത്യം പറഞ്ഞുണ്ടല്ലോ, നല്ല കംഫർട്ടാണ് കേട്ടോ. അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോകുന്നത്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എൻഫീൽഡിന്റെ മെയിൻ ഉദ്ദേശം തന്നെ പറയുന്നത് ലോങ് റൈഡ്സ് ആണ്. അത് സത്യം പറഞ്ഞാൽ ഇതിനെന്തായാലും മോശം വരില്ല കമ്പയർ ചെയ്ത് വേറെ ബൈക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ. കാരണം ഇതിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫർട്ട് തരുന്നുണ്ട്. ഇത് എനിക്ക് ഓടിച്ച സമയത്ത് മനസ്സിലായി, നല്ല കുഷനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൽ വരണേ. ഓക്കെ, നമുക്ക് ബാക്കി കയറി ഇരുന്നിട്ട് പറയാം. അപ്പം ഇതിന്റെ ടാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ 13 ലിറ്റർ ഫ്യൂൽ ആണ് ഇതിനകത്ത് കൊള്ളുന്നത്. പിന്നെ ഇതിന്റെ വെയിറ്റ് വരുന്ന 195 ആണ്. വിത്ത് കമ്പനി പറഞ്ഞ വിത്ത് ഫ്യൂൽ ആൻഡ് ഓയിലും കൂടെ ചേർന്നിട്ടാണ് 195 വരണേ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ബൈക്കും പോലെ തന്നെ 800 ആണ് ഇതിലും വരണേ. പക്ഷെ കൊള്ളാം കേട്ടോ, ഇത് നല്ല കുഷനും എല്ലാം കൂടി ഇരുന്നങ്ങ് നിൽക്കുന്നുണ്ട്. എനിക്ക് അത്ര വലിയതായിട്ട് തോന്നുന്നില്ല. എന്റെ കാലം എന്താ പറയാ, ചെറുതായിട്ട് മടങ്ങിയാണ്. അതായത് സാധാരണ ബൈക്ക് പോലെ ഇങ്ങനെ കാലം മടങ്ങിയല്ല, എന്റെ കാലം ഫുള്ള് തറയിൽ ഉറച്ച് ആണ് നിൽക്കണേ. എനിക്കത് വലിയ ഫീൽ ആയിട്ട് തോന്നില്ല കേട്ടോ. ഓക്കെ, നമുക്കിനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോവാം. അതാണ് എന്നെ വീണ്ടും അതിശയിപ്പിച്ച കാര്യം. ഇതില് വരുന്നത് എല്ലാ പ്രശ്നങ്ങളും തന്നെ സ്പീഡോമീറ്റർ, ABSന്റെ സിഗ്നൽ വാണിംഗ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി വാണിംഗ്, പിന്നെ ഇവിടെ ചെറിയൊരു ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഉപകാരമാണ്. പഴയ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അതുപോലെ ബുള്ളറ്റ് പ്രേമികൾക്കും അറിയാം ഇതിന്റെ യൂസേജ് എന്താ ഇപ്പോഴത്തെ ബൈക്കുകളിന്. കാരണം ഈ പറയുന്ന ഫ്യൂവല്, അതായത് നമ്മൾ ഫ്യൂവൽ അടിച്ചാലും എത്ര ഫ്യൂവൽ ഉണ്ട്, ഇനിയിപ്പോ എത്ര കിലോമീറ്റർ ഓടും എന്നൊന്നും ഒരു സംഭവം കാണിക്കില്ല. കുലുക്കി നോക്കും, ഫ്യൂവൽ അടിച്ചാൽ കുലുക്കി നോക്കും. അവരുടെ ഊഹാഭോഗത്തിൽ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്തായാലും ഈ പ്രാവശ്യത്തെ ബുള്ളറ്റ് അതിനൊരു പരിഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതില് ഈ പറയുന്ന ഫ്യൂവലിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗിയർ, സത്യം പറയുന്നത് ഭയങ്കര ഉപകാരമാണ്. ഗിയറും കൊടുത്തിട്ടുണ്ട്, ടൈമും കൊടുത്തിട്ടുണ്ട്. പോയതിന് ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് ക്ലസ്റ്റർ എന്നാണ് പറയാ, നാവിഗേഷൻ ക്ലസ്റ്റർ എന്നും പറയും. നമുക്ക് നമ്മുടെ ഫോൺ ഇതിൽ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതും സത്യം പറഞ്ഞാൽ നല്ലൊരു ഉപകാരമാണ് കേട്ടോ. നമ്മൾ എവിടെയും ട്രിപ്പ് പോകുന്ന സമയത്ത് ഇവിടെ ഹോൾഡർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹോൾഡർ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണും ക്യാമറയ്ക്കും അത് ഭയങ്കര പ്രശ്നമാകും. ഈ കുലുങ്ങി വൈബ്രേഷനും അങ്ങനെ വന്നിട്ട്. അതുകൊണ്ട് എന്തായാലും ഹോൾഡർ വെക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ഇതില്ലെന്ന് ഓട്ടിക്കുക, ഫോണിനകത്ത് ചാർജ് കുറവാണ് എങ്കിൽ നമുക്ക് ഇവര് കുത്താൻ വേണ്ടി ഒരു Type-C ചാർജറും കൊടുത്തിട്ടുണ്ട്. ആ സത്യം പറഞ്ഞാൽ ഭയങ്കര ഉപകാരമായി കേട്ടോ. കാരണം ഇപ്പൊ എല്ലാ ഫോണും Type-C വരണേ. എന്തായാലും Type-C കൊടുത്ത് ഇവര് നന്നായി. കാരണം ഇനി അങ്ങോട്ട് Type-Cയുടെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ മീറ്റർ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് അതെല്ലാം ഇവിടെയാണ് പറഞ്ഞത്. മീറ്ററിൽ അത്യാവശ്യം വേണ്ട ഡീസന്റ് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ. വേറെ എന്താ പറയുക, വേറെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിലും വില കുറഞ്ഞ വണ്ടികൾ ഇതിലും സെറ്റപ്പ് തരുന്നുണ്ട്. പക്ഷെ ബുള്ളറ്റ് എന്നൊരു ഐക്കോണിക് വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്താ പറയാ, ചിലവര് പ്രൗഡിയോട് കൊണ്ട് നടക്കുന്നുണ്ട്. അത് എന്താ പറയുക, ചെറിയ കാര്യങ്ങളും അവർക്ക് ഭയങ്കര വലിയ സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ എന്തായാലും ബുള്ളറ്റ് എടുക്കുന്നവർക്ക് നഷ്ടം വരില്ല. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി എല്ലാം പോലെ തന്നെ ഇവിടെ സ്റ്റാർട്ടിങ്ങിന്റെ സ്വിച്ച് ഇപ്പൊ ബുള്ളറ്റ് കണ്ടുവരുന്ന സെയിം സാധനം. അതുപോലെ ഹസാർഡ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, പാസ് സ്വിച്ച്, ഹോൺ ഞാൻ കേൾപ്പിച്ചില്ലല്ലോ, കേട്ട് നോക്കണേ. അത്യാവശ്യം നല്ല ഡീസന്റ് ആയ ബുള്ളറ്റിന് വേണ്ട ഹോണ്. ഇതിന്റെ ഞാൻ സൗണ്ട് കേൾപ്പിച്ചില്ലല്ലോ, ഇതിന്റെ എക്സോസ്റ്റ് സൗണ്ട് കൂടെ കേൾപ്പിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോവാം. ന്യൂട്രൽ ആയിട്ടുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ, കൊള്ളാം കേട്ടോ. പഴയ ബുള്ളറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സീറ്റ് ചെറുതാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞ ബുള്ളറ്റിൽ വന്നേക്കണേ. പണ്ടത്തെ ശബ്ദം അത്യാവശ്യം ഭയങ്കര റഫ് ആയിട്ടുള്ള സൗണ്ട്. ഇത് നല്ല സീറ്റ് ആയിട്ട് കുറച്ചുകൂടെ എന്താ പറയാ, ഒരു ഭീകരനല്ല, എനിക്ക് പാവ ആയിട്ടുള്ള ഒരു സൗണ്ട്, ഒരു പ്രകൃതക്കാരൻ. ഓക്കെ, ബാക്കി നമുക്ക് ഓടിച്ചോണ്ട് വരാം.
അപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓപ്പൺ റോഡ് ഒന്നല്ല, ചെറിയൊരു പോക്കറ്റ് റോഡ് പോലത്തെ റോഡ്. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? വണ്ടി വരുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇന്ന് ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിച്ചു. കാരണം എന്താ പറയാ, എല്ലാവർക്കും കൊണ്ടും മാറി. അത് വൈബ്രേഷൻ കുറഞ്ഞു, നല്ല പവറായി. അതുപോലെ കുഷന്റെ അകത്ത് സീറ്റും കുഷൻ നല്ല സൂപ്പറായി. ഒരു എന്താ പറയുക, ഡിസ്കംഫർട്ട് എന്ന് പറയുന്ന സംഭവം തോന്നുന്നില്ല. കാരണം നിങ്ങളൊരു ബുള്ളറ്റ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് റൈഡേഴ്സിന് വേണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടിയുള്ള ആളുകൾക്ക് ഒരു വണ്ടിയാണിത്. പിന്നെ റോഡ് പ്രസൻസ്, അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടി കൊണ്ട വെച്ച് കഴിഞ്ഞപ്പോ തന്നെ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്താ സംഭവം, അത് ഈ ഒരു കളർ കൊണ്ടായിരിക്കും കേട്ടോ ഒരു. പക്ഷെ ഇതാകെ എനിക്ക് തോന്നുന്നു 35 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ. പക്ഷെ 35 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. പിന്നെ ബുള്ളറ്റ് പ്രേമികൾക്ക് അത് വലിയൊരു ആശ്വാസം കൂടിയാണ്. പിന്നെ ഹീറ്റിംഗ് എനിക്ക് വലിയ രീതിയിൽ എനിക്ക് ഹീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഇതിന്റെ കമ്പനി പറഞ്ഞ സ്പീഡ് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ കമ്പനി പറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് 110 മാക്സിമം. 60 സുഖമായിട്ട് എത്തിക്കാം. 60 വൈബ്രേഷൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ 60 മേലെ പോയില്ല കേട്ടോ. ഈ വണ്ടി ചേരുന്ന ആർക്കൊക്കെയാണെന്നറിയോ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാൻ കേട്ടോ, ഈ വണ്ടി ചേരുന്നത് നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് സാധാരണ ബൈക്ക് ഒട്ടും ചേരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര വലിയ സൈസും ബൈക്ക് ഭയങ്കര ചെറുതായിപ്പോവും. അതുപോലെ ഒട്ടും വണ്ണമില്ലാത്തവർക്കും ബൈക്ക് ചേരില്ല, കാരണം അവര് ചെറുതും ബൈക്ക് ഭയങ്കര വലുതായിപ്പോവും. പക്ഷെ എനിക്ക് തോന്നുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ആൾക്കാർക്കും പറ്റിയ ഒരേ ഒരു ബൈക്കേ ഉള്ളൂ ഈ പറഞ്ഞ ബുള്ളറ്റ്. കാരണം അവരുടെ ശരീരമായിട്ട് അങ്ങനെ ചേർന്ന് നോക്കുള്ളൂ. വണ്ണം കുറഞ്ഞ ആൾക്കാർക്കും കൊള്ളാം, അത്യാവശ്യം കാണാൻ നല്ല രസമാണ് കേട്ടോ. അതുപോലെ ഒരു മിഡ് റേഞ്ച് ആയിട്ട് വണ്ണം വെച്ചവർക്കും കാണാൻ കൊള്ളാം. അതായത് ജിമ്മുകാർക്ക് എസ്പെഷ്യലി സൂപ്പറാണ് ഈ വണ്ടി കാണാൻ. കാരണം ഈ വണ്ടിയുടെ ലുക്കും അവരുടെ ബോഡിയുടെ ലുക്കും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പ്രൈസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ. ഇതിന്റെ പ്രൈസ് വരുന്നത്, ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വരുന്നത് 2.5 ആണ്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഡീറ്റെയിൽസ് ഒന്നും ഈ വണ്ടിനെ കുറിച്ച് ഞാൻ കൊടുത്തിട്ടില്ല. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടാണ് ഞാൻ ഇതിന്റെ കുറെ അധികം ഡീറ്റെയിൽസ് കൊടുത്തേക്കണം. ഒരുപക്ഷെ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര വ്യത്യാസമാണ് തോന്നുന്നത്. കാരണം ഞാൻ അധികം കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല. കാരണം എന്നെക്കാളും നന്നായിട്ട് ചിലപ്പോൾ വേറെ ആൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അവർക്കിത് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഈ വീഡിയോ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രാവശ്യവും പറഞ്ഞാല് പുതിയൊരു ബൈക്കുമായി അല്ലെങ്കിൽ പുതിയൊരു വണ്ടിയുമായി വീണ്ടും വരാം. ബൈ. പോടാ. കോണ്ടാക്ട് നമ്പർ ഇല്ല അണ്ണാ, കോണ്ടാക്ട് നമ്പർ ഇല്ല.
എന്താണ്